ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ 3 ബെഡ്റൂമുള്ള ഒരു പുതുപുത്തൻ വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പാലത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. കോഴിക്കോട് പാലത്ത് അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു 800 മീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. പുതുപുത്തൻ വീടാണ്. അതുപോലെ തന്നെ കോമ്പൗണ്ട് വാൾ ഉണ്ട്. 4.80 സെൻറ്റ് സ്ഥലമാണുള്ളത്. ഈ സൈഡ് ഭാഗത്ത് ഫുള്ള് ഇതുപോലെ മറ്റച്ചില്ലി ഇട്ടിട്ടുണ്ട്. കിണറുണ്ട്. അതുപോലെ തന്നെ വീട് കാണാൻ ഒരു നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ട്നെസ് ആയിട്ടുള്ളൊരു വീടാണ്. ഇതിൻ്റെ ബാക്ക് വശത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. ഈ കാണുന്ന ബാക്കിൽ കിണർ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന ഈ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഇവിടേക്കൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു ബാക്ക് ഭാഗമാണുള്ളത്. അതുപോലെ തന്നെ കിണർ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുള്ള കിണർ തന്നെയാണ്. കുറച്ച് ആഴമുള്ള കിണറാണ്, എന്നാലും നല്ല രീതിയിൽ വെള്ളമുണ്ട്. കോഴിക്കോട് പാലത്തുനിന്ന് ഏകദേശം ഒരു 800 മീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 8 ഫുട്ട് നിസാന്തായിട്ട് റോഡാണുള്ളത്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഡോറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡോറാണ്. ഉള്ളിൽ കയറി കഴിയുമ്പം ഒരു ഭംഗിയുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നേരെ കയറി വന്ന സ്റ്റെയർ കേസ് കാണാൻ പറ്റുന്നുണ്ട്. ഇടത് വശത്ത് നമുക്ക് ഒരു ബെഡ്റൂം കാണാൻ പറ്റുന്നുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഈ ടൈലൊരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ഒരു 2 ടൈപ്പ് ടൈല് ഉപയോഗിച്ചിട്ട് ഒരു രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ലൈറ്റൊക്കെ ഇൻബിൽട്ട് ആയിട്ടുള്ള ലൈറ്റാണ് വരുന്നത്. ഇനി പോകുന്നത് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം അല്ല, ഇത് കിച്ചണാണ്. ഒരു കിച്ചണിൻ്റെ ഒരു സ്പേസാണ്. ഇതിന് വർക്ക് ഏരിയ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ അത്യാവശ്യം വിശാലമായിട്ടുള്ള വർക്ക് ഏരിയ ആണ്. ആ കാണുന്ന റൂം വേണമെങ്കിൽ നമുക്ക് ഡൈനിങ് റൂമായിട്ട് യൂസ് ചെയ്യാം. ഇനി കിച്ചൺ കുറച്ചുകൂടി ഒരു വലുപ്പമുള്ളൊരു കിച്ചൺ വേണമെങ്കിൽ ഇവിടെ ഒരു കിച്ചൺ സെറ്റപ്പ് ചെയ്യാം. ഡൈനിങ് റൂം ആക്കണം, ഡൈനിങ് റൂം ആക്കാം. കിച്ചൺ ആക്കാം. ഒക്കെ നിങ്ങൾ താല്പര്യപ്രകാരം ചെയ്യാം. ഈ കാണുന്നത് ചെറിയൊരു സ്പേസ് അവിടെ നമുക്ക് വർക്ക് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹാള് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഹാളാണ്. താഴത്ത് 2 ബെഡ്റൂം ഉണ്ട്. എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്. 2 ബെഡ്റൂം ഈ വീടിന് കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമും താഴത്ത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റെയർ കേസ് കയറി മുകളിലത്തെ കാഴ്ചയൊക്കെ ഒന്ന് കാണാം. ടൈലൊക്കെ നല്ല ക്വാളിറ്റി ടൈലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കയറുന്ന സ്റ്റെയർ കേസൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ്. ഒരുപാട് വെളിച്ചകത്ത് കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് പർഗോള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഇവിടെ കണ്ടില്ല. ഒരുപാട് നല്ല രീതിയിൽ വെളിച്ചകത്ത് കയറുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വാതിലൊക്കെ നല്ല മരത്തിൻ്റെയാണ്. 3ാമത്തെ ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള ബെഡ്റൂം കേട്ടോ. 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില 46 ലക്ഷം രൂപയാണ്. ചെറിയ തോതിൽ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ആർക്കെങ്കിലും താല്പര്യം വിളിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ 1 ലക്ഷം രൂപ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗിവ് അവേയിൽ പങ്കെടുക്കാവുന്നതാണ്. കിട്ടിയാൽ 1 ലക്ഷം രൂപയാണ് കിട്ടാൻ പോകുന്നത്. 1 രൂപ പോലും ചിലവില്ലാത്ത പരിപാടിയാണ്. ജസ്റ്റ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും കാര്യം മാത്രം ചെയ്താൽ മതി. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.